ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായക ഘട്ടത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്ന് പകൽ പോലെ വ്യക്തമാകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇനിയും ആവശ്യമാണെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CPM-ന്റെ മുതിർന്ന നേതാവും മുൻ MLA-യും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ A. പത്മകുമാർ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്. പത്മകുമാറിനെതിരെ ഒരു നടപടിയും ഇപ്പോൾ സ്വീകരിക്കാൻ CPM തയ്യാറായിട്ടില്ല. കുറ്റപത്രം സമർപ്പിച്ചാൽ ആവശ്യമാണെങ്കിൽ നടപടി സ്വീകരിക്കാമെന്നാണ് CPM പറഞ്ഞു വെക്കുന്നത്. അതായത് ഒരാൾ പ്രതിയായതുകൊണ്ട് മാത്രം അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നാണ് പാർട്ടിയുടെ വിചിത്രമായ നിലപാട്. ശബരിമല സ്വർണ്ണക്കടത്ത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CPM-നെ ദോഷകരമായി ബാധിച്ചിരുന്നു. പലയിടങ്ങളിലും ശബരിമല സ്വർണ്ണക്കടത്ത് UDF-ഉം BJP-യും പ്രചരണായുധമാക്കി മാറ്റിയപ്പോൾ CPM-ന്റെ കോട്ടക്കൊത്തളങ്ങളിൽ പോലും അവർക്ക് അടിതെറ്റുന്ന കാഴ്ച കേരളീയ സമൂഹം കണ്ടതാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM-നെ ഇത് ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനെയും പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്തത്. അദ്ദേഹം പറയുന്നത്, വികാരാതീതനായി പറയുന്നത്, തന്നെ സ്വർണ്ണ കൊള്ളക്കാരനെന്ന് വിളിക്കരുത്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘത്തിന് ചില മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമ്പോൾ CPM പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം കടകംപള്ളി സുരേന്ദ്രൻ മുതിർന്ന നേതാവാണ്. അതുമാത്രമല്ല, കോൺഗ്രസ് വിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന PS പ്രശാന്ത് കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് എത്തുകയും തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി പ്രശാന്തിനെ CPM നിയമിക്കുകയും ചെയ്തു. പ്രശാന്തിന്റെ കാലഘട്ടത്തിലടക്കം കൊള്ള നടന്നിട്ടുണ്ടോ എന്നൊരു സംശയമാണ് പ്രത്യേക അന്വേഷണ സംഘം പങ്കുവെക്കുന്നത്. അതായത് ഈ സ്വർണ്ണക്കടത്ത് കേസ് അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള കേസ് പുറത്തു വന്നപ്പോൾ ആദ്യം പ്രശാന്ത് പറഞ്ഞത് ഇത് അന്വേഷിക്കേണ്ട സാഹചര്യം ഒന്നും തന്നെ ഇല്ല എന്നായിരുന്നു. ഇത് പ്രശാന്തിന് വിനയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന പ്രസിഡന്റുമാർ, അതായത് പത്മകുമാറും വാസു അടക്കമുള്ളവർ ഇപ്പോൾ ജയിലഴിക്കുള്ളിലാണ്. അനന്തഗോപൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷണ സംഘത്തെ അന്വേഷിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് അംഗമായിരുന്ന വിജയകുമാർ പറഞ്ഞത്, സഖാവ് പറഞ്ഞെടുത്ത എല്ലാം സഖാവിന് കാര്യങ്ങൾ എല്ലാം അറിയാം എന്നാണ്. അതായത് സഖാവ് എന്ന് ഉദ്ദേശിച്ചത് പത്മകുമാറിനെയാണ്. പത്മകുമാറിന് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ അറിയാമെന്ന് തന്നെയാണ് വിജയകുമാറിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും ഹൈക്കോടതി ഇത് സംബന്ധിച്ച അപേക്ഷ പരിഗണിക്കുകയും അന്വേഷണ സംഘം വിപുലീകരിക്കുകയും ചെയ്യും. അന്വേഷണ സംഘം വിപുലീകരിച്ചാൽ സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് വിശദമായി ചോദ്യം ചെയ്യേണ്ട ആളുകളുടെ പട്ടിക തയ്യാറാക്കി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന്റെ നീക്കം കേരളീയ സമൂഹം ഉറ്റുനോക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് CPM-ആണ് കൈകാര്യം ചെയ്യുന്നതെങ്കിലും അന്വേഷണ സംഘത്തെ കാര്യമായി സ്വാധീനിക്കാൻ പാർട്ടിക്ക് കഴിയില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. കാരണം കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നിലവിൽ സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല, ദേശീയ അന്വേഷണ ഏജൻസികളായ CBI-യും ED-യും കേസെടുക്കാൻ തയ്യാറായി മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് തങ്ങളെ പ്രതികൂലമായി ബാധിക്കുമോ എന്നൊരു ഭയം CPM-നുണ്ട്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള CPM-നെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൈപൊള്ളിയ CPM ഇനി എന്ത് ചെയ്യും എന്നാണ് അവർ തന്നെ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ വിഷയമാക്കി ആയുധമാക്കി ഉയർത്താൻ UDF-നും BJP-ക്കും സാധിച്ചിരുന്നു. ഇത് തങ്ങളെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതുമാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ വീണ്ടും ആയുധമായി വരുമ്പോൾ എന്തു ചെയ്യും, ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി നൽകുമെന്ന ഭയമാണ് CPM-നെ മുന്നോട്ട് നയിക്കുന്നത്. അതോടൊപ്പം തന്നെ CPM-ന്റെ ഉന്നത നേതാക്കന്മാർ ഈ കേസിനകത്ത് പ്രതികളായിട്ടും അവർക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കില്ല എന്ന് പൊതുസമൂഹം പറയുമ്പോൾ അതിന് ഉത്തരം പറയേണ്ട ബാധ്യത കൂടി CPM-ൽ ഇപ്പോഴുണ്ട്. അതിന് വരും ദിവസങ്ങളിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ മറുപടി പറയുമെന്ന കാര്യത്തിലും തർക്കമില്ല.